കഥ പിടയുന്ന ഹൃദയം. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ സമയം 5:30 കഴിഞ്ഞിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. സംസാരിച്ചു പിരിയുമ്പോൾ ഇടത്തെ നെഞ്ചിനൊരു വേദന. വീണു പോയേക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു. സുഹൃത്തായ ഡോക്ടറെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് തരിച്ചിരുന്നു. സൂക്ഷിക്കണം, ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കാർഡിയോളജിസ്റ്റിനെ കാണാൻ ലെറ്റർ തരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നാളെ തന്നെ പോയിക്കോളൂ, വച്ചുകൊണ്ടിരിക്കേണ്ടതല്ല ഇതൊക്കെ. ചെറിയൊരു പേടി ഉള്ളിലുണ്ടായെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് 11 മണിയായപ്പോഴേക്കും സുഹൃത്തിൻ്റെ ഫോൺ. ഹലോ എന്ന് പറയുന്നതിന് മുമ്പേ ഇങ്ങോട്ടുള്ള ചോദ്യമെത്തി. ഹോസ്പിറ്റലിൽ പോയില്ലേ? വേഗം പോകൂ, വച്ചുകൊണ്ടിരിക്കരുത്. വണ്ടി എടുക്കേണ്ട, ഓട്ടോ വിളിച്ച് പോയാൽ മതി. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് കൊണ്ടുപോകാം. ഇത്രയും ആയപ്പോഴേക്കും ഫോൺ ഭാര്യയ്ക്ക് കൈമാറി. ഡോക്ടർ ഭാര്യയോട് എന്തൊക്കെയോ പറഞ്ഞു. വേഗം ഡ്രസ്സ് മാറ്, നമുക്കൊന്ന് പോയിട്ട് വരാം. വണ്ടി എടുക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വണ്ടിയെടുത്തു. കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിലെ വരാന്തയിൽ വിളറി വെളുത്തിരിക്കുന്ന അനേകം പേർ. അത് കണ്ടതോടെ ഞാനും അവരെ പോലെ വിളറി വെളുത്തുപോയി. ഹൃദയമിടിപ്പ് കൂടുന്നുവോ കുറയുന്നുവോ എന്നെനിക്ക് സംശയം തോന്നി. ഞാനും അവരോടൊപ്പം വിയർത്തു കുളിച്ച് കസേരകളിൽ ഒന്നിൽ സ്ഥാനം പിടിച്ചു. എൻ്റെ ഊഴമെത്തി. ഏതോ വലിയ ഒരു രോഗിയെപ്പോലെ ഡോക്ടറുടെ മുന്നിലിരുന്നു. മുന്നിലും പിന്നിലുമെല്ലാം പരിശോധിച്ച ശേഷം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പ്രഷർ ചെക്ക് ചെയ്തു. സാവധാനം അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ താങ്കളുടെ ഡോക്ടർ പറഞ്ഞതല്ലേ, ഒന്ന് ECG എടുത്ത് നോക്കാം. അങ്ങനെ ആ പരിശോധനയും കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്ക് പൾസിൽ വേരിയേഷൻ കാണും. അത് കണ്ടിട്ട് തോന്നിയതാവും. വിളറി വെളുത്തിരുന്ന എൻ്റെ മുഖത്തേക്ക് പതുക്കെ പ്രസാദം വരാൻ തുടങ്ങി. വന്നതിൻ്റെ 100 ഇരട്ടി ഉത്സാഹം കൈവന്നതുപോലെ. ഡോക്ടർ മറിച്ചൊരു വാക്കാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ എന്നേ ഒരു ഹൃദ്രോഗിയായി മാറിയനെ. ഡോക്ടർക്ക് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് ആശുപത്രിയുടെ ചവിട്ടുപടികളിറങ്ങി.